ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഡേ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചാലഞ്ചസിനെ ഓവർകം ചെയ്യേണ്ടത്, യൂണിവേഴ്സിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് സ്വാർഡ്സ് ആണ്. സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് തേർഡ് കാർഡ് 9 ഓഫ് വോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചാലഞ്ചസ് നോക്കിയപ്പോൾ കണ്ടത് പേജ് ഓഫ് സ്പോർട്സ്, അതായത് നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ ആയാലും അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആയാലും ഒന്ന് വ്യക്തമായി ഒന്ന് ചിന്തിക്കാണ്ട് എടുത്തു ചാടുന്നതായിട്ടാണ് തോന്നുന്നത്. ഇന്നത്തെ ഡേ മൈൻഡ് ഫോക്കസ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടായാണ് കാണുന്നത്. സോ സെക്കൻഡ് കാർഡ് നമ്മൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. ആ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ബോൾഡായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ എന്തിനെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ പിന്മാറാണ്ട് മുന്നോട്ട് പോകാനാണ് ആ കാർഡിൽ കാണിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു ഭയമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫേസ് ചെയ്താലേ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് ബി അവെയർ അല്ലെങ്കിൽ അലേർട്ടായിട്ടിരിക്കുക. അതായത് എപ്പോഴും നമ്മളൊരു തീരുമാനം എടുക്കുമ്പോഴായാലും നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ട് ഡിസിഷൻസ് എടുക്കരുത്, അല്ലെങ്കിൽ ഇമോഷൻസ് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്, സംസാരിക്കരുത്. എല്ലാം നമ്മൾ ബുദ്ധിപരമായി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഡേ മെയിനായിട്ടും ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാം. കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോവുക.